കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജ്യോതികുമാർ, ഇവിടെ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞിരുന്ന രണ്ടുപേരെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവിന്റെ തരി ലഭിക്കാതെ ഇവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കില്ലല്ലോ SIT? തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇതിനെ സംബന്ധിച്ച് സർക്കാർ SIT ഉദ്യോഗസ്ഥർ സമ്മർദ്ദപ്പെടുത്തി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് വസ്തുതകൾ പൊതുസമൂഹത്തിനെല്ലാം ഇതിനോടകം തന്നെ ബോധ്യമുള്ളതാണ്. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ ആരാണ് ദേവസ്വം ബോർഡിന് പരിചയപ്പെടുത്തി കൊടുത്തത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കും പ്രസിഡന്റും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നുൾപ്പെടെ ഉള്ള വിഷയങ്ങൾ തുടക്കം മുതൽ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്കിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും പ്രതിയാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദിച്ചത് വിട്ടയച്ചതെന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പങ്ക് ഗൗരവപൂർവ്വം അന്വേഷിച്ചാൽ അദ്ദേഹം പ്രതിസ്ഥാനത്തേക്ക് എത്തും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം സ്വാധീനം ചെലുത്താൻ പറ്റുന്നതിനേക്കാൾ വലിയ നിലയിലാണ്. കാരണം കോടതിയുടെ അടക്കം നിരീക്ഷണമുണ്ട്. കഴിഞ്ഞ തവണത്തെ സിറ്റിംഗിൽ കോടതി ചോദിച്ചിരുന്നു എന്തുകൊണ്ട് വലിയ വലിയ ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത്. ഇടയ്ക്കൊരു മന്ദീഭവിച്ച കാര്യം ഇപ്പോൾ കുറച്ചുകൂടി സജീവമായതായി കരുതുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഈ SITയിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ്. അവരെ സംബന്ധിച്ച് നിർബന്ധമായും നമ്മുടെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ആണ് അവരുടെ അന്വേഷണം നടക്കേണ്ടതെന്ന് ഹൈക്കോടതി നിരന്തരമായി അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറുഭാഗത്ത് നിന്ന് അവരുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി അഥവാ അവരെ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാർ അവരിൽ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇത് രണ്ടിലും ഇടയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് SITയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ SIT സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് കൃത്യമായി കോടതി തന്നെ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഉന്നതരിലേക്ക് പോകാത്തത്. ഇപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ മുൻ അംഗത്തെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോ നിങ്ങളുടെ വാർത്ത പുറത്തു വരുന്നതനുസരിച്ചാണെങ്കിൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ചോദ്യം ചെയ്തതുകൊണ്ടോ വിട്ടയച്ചതുകൊണ്ടോ ഇത് അവസാനിക്കില്ല. അദ്ദേഹവും പ്രതിസ്ഥാനത്തേക്ക് വരും എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇത് ദേവസ്വം ബോർഡും ദേവസ്വത്തിന്റെ ഭരണസ്ഥാനത്തേക്ക് വരുന്നവരും ഒക്കെ വിശ്വാസികളാകണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന നടപടികളാണ് CPMന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അവിശ്വാസികളെ ഇത്തരത്തിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അവർക്കത് കച്ചവട കണ്ണ് മാത്രമാണ് ഉള്ളത് എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്തുന്ന നടപടികളാണ് കഴിഞ്ഞ 2 ടേമിലും 3 ടേമിലും ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും മെമ്പർമാരുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് വളരെ വലിയ നിലയിലുള്ള വിശ്വാസികളോടുള്ള വഞ്ചനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഉത്തരവാദിത്വപ്പെട്ടവർ മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങി നൽകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി സംസ്ഥാന സർക്കാരിനുണ്ട്, കോടതിക്കുണ്ട്, പോലീസിനുണ്ട്, SITക്കുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കടകംപള്ളി സുരേന്ദ്രനും PS പ്രശാന്തും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യമുനകളിലാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായക കാര്യം. സാരംഗ്, ഇനിയും ഇവരെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ്, പത്മകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൊള്ളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നും താൻ ശവന്തീനിയല്ല എന്നും മറ്റുമുള്ള മറുപടി, അത് താങ്കളാണല്ലോ ഇപ്പോൾ ഇര എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നു. പത്മകുമാറിനും ചില കാര്യങ്ങൾ പറയാനുണ്ടാകും. തന്നെ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നു, താൻ മാത്രം ഇത്ര വലിയ ഒരു കൊള്ളയിൽ പങ്കാളിയാകുന്നു, മറ്റുള്ളവരിലേക്ക് അന്വേഷണം പോകുന്നില്ല. സ്വാഭാവികമായും ആ മൊഴികളും പ്രധാനമാണ്. തീർച്ചയായും. കാരണം ഈ ഒരു അന്വേഷണം ഒരു ഗൂഢാലോചനയിൽ നടന്നിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുക, ഒപ്പം തന്നെ ഇതിൽ പങ്കാളികളായിട്ടുള്ള ഉന്നതരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നൊരു വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഒരു അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തടക്കം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നടക്കം പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചിരുന്നു. അത് ശരിവെച്ചുകൊണ്ട് തന്നെയായിരുന്നു പിന്നീട് ഹൈക്കോടതിയുടെ വിമർശനം വരുന്നു. അതിന്റെ തുടർച്ചയായി ഈ ഒരു ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അത് വീണ്ടും അടുത്ത
തലത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെയുള്ള ആ സമയത്തെ, അതായത് PS പ്രശാന്ത്, കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള PS പ്രശാന്തിലേക്ക് അന്വേഷണം നീങ്ങുന്നു. അതൊരു അന്വേഷണം, അതായത് CPM-ന് ഇതൊരു പത്മവ്യൂഹം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നോക്കുക. അതായത് പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കൃത്യമായ ഒരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും പുറത്തു കടക്കാൻ വരുന്ന നിയമസഭാ ഇലക്ഷൻ അടക്കം വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം കൃത്യമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന തരത്തിലേക്കുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. കാരണം ആരോപണ വിധേയരായിട്ടുള്ള ഹൈക്കോടതി സൂചിപ്പിച്ചിട്ടുള്ള വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം എത്തുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷവും മറ്റ് മുന്നണികളും ആരോപിച്ച ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു. ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലേക്ക് അടക്കം അന്വേഷണ സംഘം എത്തുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും ഈ ഒരു ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരങ്ങൾ, അതായത് ഡിമണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവരെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഒപ്പം PS പ്രശാന്തിലേക്കും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട്. കാരണം ആ ഒരു സമയത്ത് മാത്രം നടന്നിട്ടുള്ള ഒരു കൊള്ളയായി മാത്രം ഇത് ഒതുക്കാൻ കഴിയില്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഈ ഒരു സ്വർണ്ണപ്പാളി എന്ന് പറയുമ്പോൾ ഈ ഒരു കട്ടിളപ്പാളിയിലെയും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പത്തിലെയും സ്വർണ്ണം ഇത്തരത്തിൽ കൊള്ള നടത്തണമെങ്കിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ളതും ഇതിനുശേഷവും ഇങ്ങനെയുള്ള നീക്കങ്ങൾ പലതും നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കണം PS പ്രശാന്തിനെ അടക്കം ചോദ്യം ചെയ്തതും. മാത്രമല്ല ഈ ഒരു അന്വേഷണം ഏത് ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നു എന്നൊരു കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ ഇപ്പോൾ വിജയകുമാർ അടക്കം കസ്റ്റഡിയിലാണ്, ഇപ്പോൾ റിമാൻഡിലാണ്. ആ ഒരു കസ്റ്റഡി വാങ്ങിയതിനു ശേഷം കൂടുതൽ വിശദാംശങ്ങൾ, ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ അന്വേഷണം ഉണ്ടാകുന്നുള്ള കാര്യം തീർച്ചയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വിജയകുമാറിനടക്കം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനൊപ്പം ശങ്കർദാസിലേക്കും എത്തുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പടിയായി ആ സമയത്തെ ദേവസ്വം മന്ത്രിയിലേക്കും എത്തുമെന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയെ ചോദ്യം ചെയ്യുന്നു. ഒരു മുഴം മുൻപേ ഇറങ്ങിയാണ് അന്വേഷണ സംഘം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശദീകരിച്ച് പറയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടുതൽ നിർണായക നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം നടത്താൻ സാധ്യതയുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നിർണായകമായ നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ശനിയാഴ്ച SITയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായി. PS പ്രശാന്തും SITയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനായി. 2 പ്രധാനപ്പെട്ട ആളുകൾ കൂടി SITയുടെ റഡാറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്.